ഞാൻ ആതിര. എല്ലാവർക്കും ബ്യൂട്ടിങ്സിലേക്ക് സ്വാഗതം. ഈ ലുക്ക് കണ്ടിട്ട് എല്ലാവർക്കും മനസ്സിലായി കാണും. നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഇതൊരു സമന്ത ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ ഞാൻ ഈ ലുക്ക് എങ്ങനെ ചെയ്തതെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ഞാൻ എൻ്റെ ഫേസ് ഓൾറെഡി ക്ലെൻസ് ചെയ്തിട്ടുണ്ട്, മോയ്സ്ചറൈസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്രൈമർ അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ പതഞ്ജലിയുടെ അലോവേര ജെല്ല് എന്നാണ് പ്രൈമറായിട്ട് യൂസ് ചെയ്യണേ. സോ നമുക്ക് പ്രൈം ചെയ്യാം. കേട്ടോ, ആദ്യം ഞാൻ ഫേസ് കളർ കറക്റ്റ് ചെയ്യാണ്. എനിക്ക് നന്നായിട്ട് ഡാർക്ക് സർക്കിൾസ് ഇവിടെയൊക്കെ കണ്ടോ, നല്ല ഡാർക്ക് പാച്ചസ് ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് കളർ കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ നമുക്കൊരു ബ്ലെൻഡർ ഇട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. സോ അപ്പം ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ അടുത്ത കൺസീലറാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ ചിലവർ ഫൗണ്ടേഷൻ ഇട്ടിട്ടാണ് കൺസീലർ ഇടുന്നത്, പക്ഷെ ഞാൻ കൺസീലർ ഇട്ടിട്ടാണ് ഫൗണ്ടേഷൻ ഇടുന്നത്. കണ്ണിൻ്റെ ഓക്കെ, ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. കാര്യം പറഞ്ഞു, നമ്മുടെ ലിപ്പ് മോയ്സ്ചറൈസ് ചെയ്യാൻ പറഞ്ഞു. ഞാനപ്പോൾ നിവ്യയുടെ ഒരു ലിപ് ബാമാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യണതാണ് കേട്ടോ, നിവ്യ. അപ്പോൾ നമ്മൾ ഫേസ് കളർ കറക്റ്റും ചെയ്തു, കൺസീലും ചെയ്തു. ഇനി അടുത്തത് ഫൗണ്ടേഷനാണ് അപ്ലൈ ചെയ്യേണ്ടത്. ബട്ട് നമ്മളിപ്പോൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഒരു കാഷ്വൽ ലുക്കിലൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് എപ്പോഴും ഒരു BB ക്രീമോ CC ക്രീമോ മതി അല്ലേ? അപ്പോൾ ഞാനിന്ന് ലാക്മിയുടെ ഒരു CC ക്രീം ഇട്ടിട്ട് കാണിച്ചു തരാം. ഇതിന് നല്ലൊരു ഗ്ലോയി ഫിനിഷാണ്. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഷെയ്ഡ് എന്ന് പറയുമ്പോൾ ഇതല്ല, ഇതിന്ന് ഇച്ചിരിയുടെ ലൈറ്റാണ് ഞാൻ നോർമലി വാങ്ങിക്കണം. പക്ഷേ ഇതിന് ഇച്ചിരി ഡാർക്ക് എടുത്തു. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് എനിക്ക് സ്യൂട്ട് ആവണോണ്ട്. ഭയങ്കര ഫേസ് ഡിമ്മാവണ പോലെ ഒരു ഷെയ്ഡ് വരണില്ല. അപ്പോൾ നമുക്ക് ഇത് അപ്ലൈ. ലാക്മിയുടെ CC ക്രീം കുറച്ച് കയ്യിലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു എന്തേലും നിങ്ങൾക്ക് ഏത് എസെൻഷ്യൽ ഓയിലാണുള്ളത് അത് ഒരു 2 ഡ്രോപ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ലെമണിൻ്റെ ആണ്. അപ്പോൾ അതൊരു 2 ഡ്രോപ്സ് ആഡ് ചെയ്യാം. ഇത് എന്തിനാന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെന്ന് പറയുമ്പോൾ ഒരു ഗ്ലോയി മേക്കപ്പാണ്. അപ്പോൾ നമ്മൾ ഗ്ലോ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ ചെയ്യണേ? നെക്ക് മറക്കല്ല കേട്ടോ നിങ്ങൾ. ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മേക്കപ്പാണ്. ആ കളർ കറക്റ്റർ നിങ്ങൾക്ക് ഒരെണ്ണം മേടിച്ചാൽ നിങ്ങൾക്ക് എന്ത് ഒക്കേഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓൺലൈനൊക്കെ നല്ല റേറ്റ് കുറഞ്ഞ ഒരു 300 രൂപ ആ ഒരു റേഞ്ചിനും കളർ കറക്റ്റേഴ്സ് ഉണ്ട്. നിങ്ങൾ അതൊന്നും മേടിക്കണം കേട്ടോ. കാരണം നമ്മൾ കൺസീൽ ചെയ്ത നമ്മുടെ ഡാർക്ക് സർക്കിൾസ് അല്ലെങ്കിൽ ഡാർക്ക് പാച്ചസ് കംപ്ലീറ്റ് ആയിട്ട് അത് മറയൂല. അപ്പോൾ നമ്മൾ കളർ കറക്റ്റ് ചെയ്തിട്ട് കൺസീൽ ചെയ്യുമ്പോഴത്തേക്കും അത് കുറച്ചുകൂടെ നല്ലതാണ്. അപ്പോൾ ഇനി നമുക്ക് സ്പഞ്ച് വെച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇവിടെ കണ്ടോ ഒരു ഗ്ലോ ആയിട്ട് ഇരിക്കുന്ന കണ്ടോ? ഇതാണ് നമ്മുടെ ലക്ഷ്യം. നിങ്ങൾക്കിപ്പോൾ ഏത് കൈൻഡ് ഓഫ് മേക്കപ്പ് ആയിരുന്നാലും ഇങ്ങനെ എസെൻഷ്യൽ ഓയിൽ അതിൽ ആഡ് ചെയ്യുമ്പോൾ, ഏത് എസെൻഷ്യൽ ആയിരുന്നാലും ഈ ലെമൺ തന്നെ വേണം എന്നില്ല. ഏതെന്ന് പറഞ്ഞാൽ ഫേസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഏതായിരുന്നാലും. നൈക്കയിലൊക്കെ നല്ല എസെൻഷ്യൽ ഓയിൽസ് നല്ല റേറ്റ്, നമുക്കൊരു ബഡ്ജറ്റ് റേറ്റിന് അവൈലബിൾ ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് മേടിച്ചാലും നിങ്ങൾക്ക് എന്ത് മേക്കപ്പ്, ഇപ്പം ചിലവർക്ക് ഗ്ലോയി മേക്കപ്പ് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. അപ്പോൾ ഐസിൻ്റെ ഏരിയ മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന്
കോമ്പാക്റ്റ് ഇട്ട് നന്നായിട്ടൊന്ന് മാറ്റ് ആക്കാൻ പോകണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഐബ്രോസ് സെറ്റ് ചെയ്യാം. ഞാൻ എടുക്കുന്ന മേക്കപ്പ് റെവല്യൂഷൻ്റെ ഐബ്രോ കിറ്റാണ് കേട്ടോ. അപ്പോൾ അതിട്ട് ഐബ്രോസ് സെറ്റ് ചെയ്ത് കൊടുക്കും. സമന്തയുടെ ഒരു ഐബ്രോസ് വന്നിട്ട് നല്ല ഡാർക്കാണ്, നല്ല ഷാർപ്പാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഞാൻ അതുപോലെ ആക്കാം, നോക്കാം. ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഐസിലോട്ട് പോകാം. ഈ മേക്കപ്പ് വന്നിട്ട് ഭയങ്കര ഗ്ലോയി ആയിട്ടും ഒരു പിങ്കിഷ് ആയിട്ടുമാണ് മേക്കപ്പ് ഏകദേശമൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് ആദ്യം ഞാനിപ്പോൾ ഈ ഒരു ഷെയ്ഡ് എടുക്കുകയാണ്. നമ്മളിതിപ്പം മേബിലിൻ്റെ ന്യൂഡ്സ് പാലറ്റാണ്. അതിൽ നിന്ന് ഈ ഒരു ഷെയ്ഡ് ഒരു ചോക്ലേറ്റ് ബ്രൗൺ പോലത്തെ ഒരു കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. അപ്പോൾ അതെടുത്ത് ഫസ്റ്റ് നമ്മുടെ ബേസായിട്ട് ഇടാൻ പോവാണ് കേട്ടോ. അടുത്തെന്ന് പറയുമ്പോൾ ഒരു പിങ്ക് കൈൻഡ് ഓഫ് ഒരു ഐ ഷാഡോ ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഷെയ്ഡ് എൻ്റെ കയ്യിൽ ഏകദേശം ഇല്ല, അങ്ങനത്തെ ഒരു ഷെയ്ഡ് എൻ്റെ കയ്യിൽ വന്നില്ല. സോ അത് കാരണം ഞാനിപ്പോൾ സിവാന കളേഴ്സിൻ്റെ ഒരു ബ്ലഷിൻ്റെ ഒരു പാലറ്റാണ്. അപ്പോൾ ഈ രണ്ട് കളേഴ്സും കൂടി മിക്സ് ചെയ്തിട്ടാണ്. ഇതെന്ന് പറയുമ്പോൾ ഒരു ഇച്ചിരി മാറ്റ് ആയിട്ടുള്ളൊരു കളറാണ്. ഇത് പക്ഷെ ഒരു ഇച്ചിരി ഗ്ലിറ്ററി ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഒരു ഗ്ലോയി ആയിട്ട് ഒരു പിങ്കിഷ് ആ ഒരു കളർ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അതിൽ ഐ ഷാഡോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൽ ചെറുതായിട്ട് ഒരു ഗോൾഡൻ ഒരു ഗ്ലോ ടച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഹൈലൈറ്ററാണ്. വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഹൈലൈറ്റർ പൗഡർ ഇട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ചെറുതായിട്ട്, ഭയങ്കരമായിട്ടല്ല, ജസ്റ്റ് ആ ഒരു ഗ്ലോയിന് വേണ്ടിയിട്ട്. ഓക്കെ, ആ ഒരു ഷൈനി ലുക്കിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കഴിഞ്ഞു. ഇനി നമുക്ക് ഇപ്പോൾ കണ്ണ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇപ്പോൾ ഷുഗർ കോസ്മെറ്റിക്സിൻ്റെ കാജലാണ് എടുത്തിരിക്കുന്നത്. കാജലിൻ്റെ റിവ്യൂ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഈ കാജലിനെ കുറിച്ചുള്ള റിവ്യൂ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് റിവ്യൂ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ അതിൽ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു റിവ്യൂ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വേണം എന്നുള്ളവർക്ക് മേടിക്കാം. പിന്നെ റിവ്യൂ കാണണം എന്നുള്ളവർക്ക് അതിൻ്റെ റിവ്യൂവും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്തിട്ട് മേടിച്ചോളൂ കേട്ടോ. അപ്പോൾ ഞാനിത് നമ്മുടെ അപ്പർ ലിഡ്സിൽ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. അതെന്ന് പറയുമ്പോൾ ഷാർപ്പായിട്ടുള്ളൊരു ഐലൈനർ അല്ല, ഐ മേക്കപ്പ് അല്ല വരച്ചിരിക്കണേ. ഒരു ഇച്ചിരി ചെറുതായിട്ടൊരു സ്മോക്കി എഫക്റ്റാണ്. സോ അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ വരച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് ആ ഒരു സ്മോക്കി എഫക്റ്റ് കൊടുക്കാൻ പോവാണ്. വരച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ചെറുതായിട്ടൊരു സ്മോക്കി എഫക്റ്റ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ അപ്പർ ലിഡ്സിൽ വരച്ചു കഴിഞ്ഞു. ഇനി ലോവർ ലിഡ്സിൽ നമ്മൾ ഇതേ മെബ്ലിൻ്റെ ന്യൂഡ്സ് പാലറ്റിൽ ഈ ഷെയ്ഡ് തന്നെ എടുത്തിട്ട് നമ്മൾ ലോവർ ലിഡ്സും കൂടെ ഒന്ന് വരച്ചെടുക്കുകയാണ്. ഓക്കെ, പിന്നെ ഈ മേക്കപ്പ് ബ്രഷസിനെ കുറിച്ച് അറിയാനാണെങ്കിൽ ഇത് ഞാൻ ക്ലബ് ഫാക്ടറിയിൽ നിന്ന് മേടിച്ചാണ്. ഇതിൻ്റെ റിവ്യൂവും ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിനെക്കുറിച്ചുള്ളത്. അതും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടാം. നിങ്ങൾക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ബ്രഷസ് ആണ്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ മേക്കപ്പ് ഏകദേശമായി. ഇനി നമുക്ക് മസ്കാര ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മസ്കാര ഇട്ടിട്ടുണ്ട് ഐസിൽ. അപ്പോൾ ഞാൻ ആസ് യൂഷ്വൽ എൻ്റെ മേബ്ലിൻ വോളിയം എക്സ്പ്രസ് മാക്സ് മസ്കാര തന്നെയാണ് ഞാൻ എടുക്കണേ. അപ്പോൾ നമുക്ക് നന്നായിട്ട് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കാം.
മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ മേക്കപ്പ് ഭയങ്കര സിമ്പിളാണ്. നമ്മൾ ഒരു പിങ്ക് ഐ ഷാഡോ ജസ്റ്റ് ഒരു കാജൽ വരയ്ക്കുക, അത് നന്നായിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് മസ്കാര ഇടുക. പിന്നെ എന്തെങ്കിലും ഒരു ഗ്ലിറ്റർ ഐ ഷാഡോ ലൈക്ക് ഒരു ഗോൾഡ് കൈൻഡ് ഓഫ് ഐ ഷാഡോ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഒറ്റ സ്ട്രോക്കിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഷൈനിങ് ലുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അടുത്തത് നമ്മൾ ഫേസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഓൾറെഡി ഗ്ലോ ഉണ്ട്, നമ്മുടെ ഫേസിൽ നല്ല ഗ്ലോ ഉണ്ട്, എന്നാലും ചെറുതായിട്ടൊന്ന് ഹൈലൈറ്റും കൂടെ ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഹൈലൈറ്ററാണ്, ഹൈലൈറ്റിംഗ് പൗഡറാണ്. അത് ഞാൻ ജസ്റ്റ് എടുത്ത് നോസിൻ്റെ ആ ഒരു ഏരിയയിൽ, ഇത് നല്ലൊരു ഹൈലൈറ്ററാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് പ്രൈസ് വന്നിട്ട് 499 ആണ്. ഞാനിത് നൈക്കയുടെ സെയില് ഒരു എന്തോ ഓഫ് സെയിൽ നടന്ന സമയത്ത് മേടിച്ചാണ്. ഇതെനിക്ക് ഏകദേശം ഒരു 300 സംതിങ് 400 ആ ഒരു റേഞ്ചിനാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, വേണം എന്നുള്ളവർക്ക് മേടിക്കാം കേട്ടോ. നല്ലൊരു ഹൈലൈറ്ററാണ്, അത്യാവശ്യം നല്ലൊരു ഹൈലൈറ്ററാണ്, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടമാവും. അപ്പോൾ നോസിൽ ചീക്ക് ബോൺസിൽ ഇത് നമുക്ക് ഫേസിൽ ഓൾറെഡി നല്ല ഗ്ലോ ഉണ്ട് എസെൻഷ്യൽ ഓയിൽ യൂസ് ചെയ്തുകൊണ്ട്. എന്നാലും ഇച്ചിരി കൂടെ ഗ്ലോ വേണമെന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കൈ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ ഹൈലൈറ്റർ അപ്ലൈ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഹൈലൈറ്ററും അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ബ്ലഷ് ഇടാം. ഇതെന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു പിങ്കിഷ് ലുക്കാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊരു ബ്ലഷ് ഇട്ട് കൊടുക്കാം. സിവാന കളേഴ്സിൻ്റെ പാലറ്റ് ബ്ലഷ് പാലറ്റാണ്, അതിൻ്റെ ഈ ഷെയ്ഡാണ് ഞാനിപ്പോൾ എടുക്കണേ. ഇതൊരു എനിക്ക് പിങ്ക് ഷെയ്ഡ് അല്ല, ഞാനിപ്പോൾ ബ്ലഷ് അധികം യൂസ് ചെയ്യില്ല, പൊതുവേ ഞാൻ ബ്ലഷ് അധികം യൂസ് ചെയ്യില്ല. അത് കാരണം എനിക്ക് ബ്ലഷിന് നല്ലൊരു പാലറ്റ് ഇല്ല, അതാണ് സത്യം. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. അപ്പം നന്നായിട്ട് നമുക്ക് ബ്ലഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ മേക്കപ്പ് ഏകദേശം ഒക്കെ തീർന്നു കേട്ടോ. ഇനി നമുക്ക് ലിപ്സ്റ്റിക്കും കൂടെ, ലോട്ടസിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്, അത് കംപ്ലീറ്റ് ആയിട്ടും അപ്ലൈ ചെയ്യുന്നില്ല, ലൈറ്റായിട്ടൊരു പിങ്ക് ടോൺ വരാൻ വേണ്ടിയിട്ടൊരു അങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞു. ഇനി ഞാൻ റെഡി ആയിട്ട് ഹെയർ എല്ലാം കെട്ടി നന്നായിട്ട് വരാം. അപ്പോൾ ഇതാണ് ആ ഫൈനൽ ലുക്ക്. അപ്പോൾ ഈ മേക്കപ്പ് ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ്, ഞാൻ മാക്സിമം സിമ്പിളാക്കാൻ നോക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വീട്ടിൽ അത്യാവശ്യമുള്ള കാര്യങ്ങൾ വെച്ചിട്ടൊക്കെ തന്നെ ഇത് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ മേക്കപ്പ് ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും ഇതേപോലെ നല്ല നല്ല വീഡിയോസ് കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ റൈറ്റിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കാണും, അത് അപ്പം തന്നെ ക്ലിക്കായി വ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ ഒന്നും കൊടുക്കണ്ട, ഫ്രീ തന്നെയാണ്. ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ അടുത്ത് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെൽ ഐക്കൺ വരും, ഒരു ബെല്ലിൻ്റെ ഫോട്ടോ വരും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യും. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് മിസ്സാവാതെ കാണാൻ പറ്റും. ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എൻ്റെ വീഡിയോ മിസ്സാവാതെ കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇങ്ങനെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ അറിയിക്കുക. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം അടുത്ത വീഡിയോ കാണും വരയ്ക്കും.